അനുമോള് ശരി പറഞ്ഞാലും തെറ്റ് പറഞ്ഞാലും ആരും ഒരു പോയിന്റ് കഴിഞ്ഞാൽ ടക്ക് നന്നങ്ങ് വിടുന്ന ഒന്ന് എന്നൊക്കെ പറഞ്ഞത് കോമഡി ആക്കി വിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വിശ്വസിക്കാൻ കാതിൽ പൂ വെച്ച് കളിക്കവളെ ഇന്നാണ് ഈ ഷാനവാസിന്റെ ഇഷ്യൂ ഉണ്ടായില്ലേ? ആക്ച്വലി എന്താ സംഭവിച്ചത്? ഈ പറഞ്ഞ പോലെ വെസലിൽ കുറച്ച് സ്മോൾ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ പറയുന്നു സ്മോൾ പ്രശ്നം ഉണ്ടായിരുന്നു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ജിസേലിന്റെ ഒരു പുതപ്പ് ഇഷ്യൂ ഉണ്ടായിരുന്നു. പുതപ്പ് സംഭവിച്ചില്ലെന്ന് ഞാൻ ചോദിക്കുന്നില്ല, അത് ആരും പറയാം. പക്ഷേ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? സദാചാരം കൂടുതൽ കളിക്കുന്ന ഒരു കുട്ടിയാണ് പൊതുവെ. ഈ പറഞ്ഞ പോലെ കുറച്ചൊരു സ്വഭാവത്തില് കുറച്ച് ഒരു ചിന്താഗതി കുറച്ച് അങ്ങനെയാണ് അനുമോളുടെ. 72 ക്യാമറ ഉണ്ട്, ബിഗ് ബോസിന് ഒരു ബിഗ് ബോസ് ഉണ്ട്, ലാലേട്ടൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവർ പറഞ്ഞു കണ്ടില്ല. പിന്നെ എന്തിനാണ് അനുമോൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ആ കാര്യം? എന്തായിരുന്നു ബ്ലാങ്കറ്റിനകത്ത്? 2 മനുഷ്യന്മാർ കിടന്നുറങ്ങുന്നു. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. സിമ്പിൾ. ഇങ്ങോട്ട് തിരിഞ്ഞ് സംസാരിച്ച് കിടക്കുന്നു. എന്താ എന്റെ ഉദ്ദേശം? അനുമോളും അതിലേക്ക് നൂലേക്ക് ഒരു ബെഡിൽ കിടക്കാം, ആരും ഒന്നും ജഡ്ജ് ചെയ്യാത്ത. അവിടെ സദാചാരമില്ല. പക്ഷെ അവൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഈ പറഞ്ഞ അനുമോളിനാണ് ലാലേട്ടൻ ഒരു വാക്ക് കൊടുത്തിരിക്കുന്നത്, ഹ്യൂമൻ CCTV എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ വീട്ടിൽ ഒരു ആരഗൻസും കാണിച്ചിട്ടില്ല, ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ടില്ല. ചെയ്യുന്ന സ്ഥലത്ത് ജോലി ഞാൻ കറക്റ്റായി ചെയ്തിട്ടുണ്ട്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അല്ല, ആരഗന്റ് എന്ന് പറഞ്ഞാൽ ഞാനല്ല. ഇല്ല, ആരഗന്റ് അല്ല. ഐ ആം നോട്ട് ആരഗന്റ്. കണ്ടാലും തോന്നും. ജിസേലിന്റെ അമ്മ വന്നപ്പോഴത്തേക്കും ആയിരുന്നു. ഇല്ല, അത് ഓരോരുടെ ക്യാരക്ടർ അല്ലേ. ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം. അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. സംസാരിക്കുമ്പോൾ റിപ്ലൈ തരും. അങ്ങനെ എന്നോട് എപ്പോഴും വന്നിട്ട് മോനെ ആരെയും കെട്ടിപ്പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഹായ് ആര്യൻ ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. അപ്പൊ എങ്ങനെയാ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?